ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 10 ICSE ഫസ്റ്റ് ചാപ്റ്റർ GST ആണ്. വാട്ട് ഈസ് GST? എന്താണ് GST എന്ന് നമുക്ക് നോക്കാം. GST നമ്മൾ പറയുകയാണെങ്കിൽ GST ഫുൾ ഫോം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഇതൊരു സിംഗിൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ടാക്സ് ആണ്. അപ്ലൈഡ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയില് ഗുഡ്സിനും സർവീസിനും ഒക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു GST എന്നൊരു ടാക്സ് ആണ് ആക്ച്വലി. അപ്പൊ ഇത് പണ്ടത്തെ VAT അല്ലെങ്കിൽ വാറ്റ് എന്ന് പറയുന്ന വാല്യൂ ആഡഡ് ടാക്സിനെയും സർവീസ് ടാക്സിനെയും എക്സൈസ് ഡ്യൂട്ടി ടാക്സിനെയും ഒക്കെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഇപ്പോ ഈ GST വന്നത്. ഇത് GST ഇംപ്ലിമെന്റ് ചെയ്തത് 2017 ജൂലൈ 1 GST ഇംപ്ലിമെന്റ് ചെയ്തത്. ഓക്കെ, നമ്മൾ എന്താണ് GST എന്ന് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഒരു സാധനം, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അത് ഒരു മാനുഫാക്ചർ കാണുമല്ലോ. അപ്പൊ അയാളിൽ നിന്ന് ഹോൾസെയിലറിലോട്ട്, പിന്നെ റീറ്റെയിലർ, പിന്നെ കൺസ്യൂമർ, പിന്നെ ഇവൻച്വലി അത് ഗവൺമെന്റിലോട്ട് ആ ടാക്സ് പോവുകയാണ്. അതായത് ഇപ്പൊ മാനുഫാക്ചർ ഈ ഒരു സാധനം പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ അവിടെ ഒരു GST പേ ചെയ്യേണ്ടി വരും ഗവൺമെന്റിലോട്ട്. ഓരോ സ്റ്റേജിലും GST പേ ചെയ്യേണ്ടി വരും ഗവൺമെന്റിലോട്ടാണ് ഈ ഒരു GST എമൗണ്ട് പോകുന്നത്. അപ്പോൾ ഹോൾസെയിലർ ആയിക്കോട്ടെ, ഈ ഒരു മാനുഫാക്ചറിൽ നിന്ന് പ്രോഡക്റ്റ് ഹോൾസെയിലർ വാങ്ങുന്നു, അയാളും എന്ത് ചെയ്യണം? GST പേ ചെയ്യണം. അതുപോലെ റീറ്റെയിലർ, ഷോപ്പിലുള്ള റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യുവാണ്? ഹോൾസെയിലറിന് പ്രോഡക്റ്റ് വാങ്ങുന്നുണ്ട്, അയാളും GST പേ ചെയ്യണം. പിന്നെ കൺസ്യൂമർ, ഇപ്പൊ നമ്മളൊരു സാധനം വാങ്ങാൻ പോകുന്നു, നമ്മളാണ് കൺസ്യൂമർ എങ്കിൽ നമ്മളും എന്താവും? പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു GST പേ ചെയ്യേണ്ടി വരും. ഇത് നമ്മളത് തിരിച്ച് വേറെ ആർക്കും കൊടുത്തില്ലെങ്കിൽ, അതായത് വേറെ വിൽക്കുന്നില്ലെങ്കിൽ വീണ്ടും നമുക്ക് GST അവിടെ ഇല്ല. ഫൈനലായിട്ട് ആ ഒരു പ്രോഡക്റ്റിനുള്ള GST നമ്മൾ ഫൈനലായിട്ട് കൊടുത്തു കഴിഞ്ഞു ഗവൺമെന്റിന്. അപ്പൊ ഓരോ സ്റ്റേജിലും GST ആഡ് ആയിട്ട് GST കൊടുക്കേണ്ടി വരും. ഓരോ സ്റ്റേജിലും ഗവൺമെന്റിന് GST കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ GST കാരണം നമുക്ക് ഒരു കൂടുതൽ എക്സ്ട്രാ ടാക്സ് ഒന്നും വരുന്നില്ല. ഒരേ ഒരു ടാക്സ് തന്നെയാണ്. അത് ഓരോ പ്രോഡക്റ്റിന് വേരി ചെയ്യും, ഓരോ ശതമാനം വീതം വേരി ചെയ്യും. ലക്ഷറി പ്രോഡക്ട്സിനാണെങ്കിൽ ഇപ്പോൾ 80% വരെയൊക്കെ GST പോകുന്നുണ്ട്. അല്ല ചിലതിനൊക്കെ 0% GST ഉണ്ട്, ചിലതിനൊക്കെ വളരെ കുറച്ച് പെർസെന്റേജ് ഒക്കെ ഉള്ളൂ. ഇപ്പൊ ഈസി മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, അതുപോലെ തന്നെ ലോവർ കോസ്റ്റ് ആൻഡ് ലോവർ പ്രൈസസ്, സിമ്പിൾ ആൻഡ് ട്രാൻസ്പാരന്റ്, മോർ ബിസിനസ് ആൻഡ് മോർ ഗ്രോത്ത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാക്സ് ആണ് ഈ GST എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അടുത്ത നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കുവാണ്. ഒരു മൊബൈൽ ഫോൺ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുവാണ്. ഒരു കടയിൽ നിന്ന് മൊബൈൽ ഫോണ് നമ്മൾ വാങ്ങുവാണെന്ന് വെച്ചോ. അപ്പോ ആ മൊബൈൽ ഫോണിന്റെ പ്രൈസ് അവർ പറയുന്നത് 20,000 റുപ്പീസ് ആണ്. പക്ഷേ അവർ പറയുന്നുണ്ട് 20,000 റുപ്പീസ് ആണ് യഥാർത്ഥ എമൗണ്ട്. പിന്നെ അതിന്റെ കൂടെ ഒരു 80% GST കൂടെ നിങ്ങൾ കൊടുക്കണം. 80% ഓഫ് GST ഉള്ള ആ ഒരു പ്രോഡക്റ്റിന്റെ GST എമൗണ്ട് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? അതിനായിട്ടാണ് ഇവിടെ നോക്കിയേ, ആ GST എമൗണ്ട് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് പ്രൈസ് ഇൻറ്റു GST റേറ്റ് ആണ്. ഇവിടുത്തെ 20,000 എഴുതി, പിന്നെ ആ GSTയുടെ പ്രൈസ് പെർസെന്റേജും എഴുതി. അപ്പൊ 20,000 ഇൻറ്റു 80/100 ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 3,600. ഇതാണ് നമ്മൾ GST. ഈ എമൗണ്ട് ആണ് നമുക്ക് ഗവൺമെന്റിന് പേ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ടോട്ടൽ പ്രൈസ് നിങ്ങൾ ആ ഒരു മൊബൈൽ ഷോപ്പിൽ ആ മൊബൈൽ വാങ്ങാൻ വേണ്ടി കൊടുക്കുന്നത് 23,600 റുപ്പീസ് ആണ്. ആ നമ്മുടെ ഫോണിന്റെ പ്രൈസ് പ്ലസ് GST കൂടെ ആഡ് ആയി വരുന്നുണ്ട്. ഈ 3,600 റുപ്പീസ് ഗവൺമെന്റിനാണ് പോകുന്നത് കേട്ടോ. അടുത്ത എന്താണ് ഈ ഔട്ട്പുട്ട് ടാക്സ്, ഇൻപുട്ട് ടാക്സ് എന്നൊക്കെ നമുക്ക് നോക്കാം. അതായത് ഇപ്പോ നമ്മൾ പറഞ്ഞു ഹോൾസെയിലർ ആ മൊബൈല് ഷോപ്പ് കീപ്പറിന് വിൽക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ആ ഒരു മൊബൈലിന്റെ പ്രൈസ് നോക്കിയേ 50,000 ആണ് കാണിച്ചിട്ടുള്ളത്. അതില് GST എത്രയാ വരുന്നത്? 2,700 റുപ്പീസ് ആണ്. അപ്പൊ ടോട്ടൽ ഷോപ്പ് കീപ്പറിന് കൊടുക്കേണ്ട പൈസ 70,700 റുപ്പീസ് ആണ്. ഈ ഷോപ്പ് കീപ്പർ ഹോൾസെയിലറിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ കൊടുക്കുന്ന GST ആഡ് ചെയ്ത് കൊടുക്കുന്ന പ്രൈസ് 70,700 റുപ്പീസ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് അയാൾ കൊടുത്ത എമൗണ്ട് വിത്ത് GST.
ഓക്കെ, അപ്പൊ അത് ഇൻപുട്ട് ടാക്സ് ആണ്. ആരെ സംബന്ധിച്ചിടത്തോളം? ഷോപ്പ് കീപ്പർ. ഞാനാണ് ഇപ്പൊ ഷോപ്പ് കീപ്പർ എങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത് 2700 റുപ്പീസ് ഞാൻ ഗവൺമെന്റ് ഓൾറെഡി പേ ചെയ്തു. എന്നിട്ട് ആ പ്രോഡക്റ്റ് വാങ്ങി. എന്നിട്ട് ഞാൻ ആർക്ക് വിൽക്കുന്നുണ്ട്? കസ്റ്റമറിന് വിൽക്കുന്നുണ്ട്. ആ കസ്റ്റമറിന് വിൽക്കുന്നത് 20,000 റുപ്പീസിനാണ് കസ്റ്റമറിന് വിൽക്കുന്നത്. പ്ലസ് GST 3600 റുപ്പീസും ഉണ്ട്. മൊത്തത്തില് നിങ്ങൾക്ക് കിട്ടിയ പൈസ 23,600 റുപ്പീസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് 20,000ഉം GST 3600 റുപ്പീസും ആണ്. കസ്റ്റമർ പെയ്ഡ് ചെയ്യുന്നത് 23,600 റുപ്പീസ് ആണ്. ഇവിടെ നോക്കി, ഐ കളക്ട് GST ഫ്രം യു ബട്ട് ഐ ഓൾറെഡി പെയ്ഡ് GST വെൻ ഐ ബോട്ട് ദ ഫോൺ. ഞാൻ, അതായത് ഞാനാണ് ഷോപ്പ് കീപ്പർ എങ്കിൽ ഹോൾസെയിലറിന് ഞാൻ ഓൾറെഡി എന്താണ് ഒരു ടാക്സ് കൊടുത്തിട്ടുണ്ട്, GST കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത GST ആണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്. ഇൻപുട്ട് ടാക്സ്. ഓക്കെ, അടുത്ത അത് എത്രയായിരുന്നു? 2700 ആയിരുന്നു. ഇനി ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത് ഈ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്ത GST ആണ് ഔട്ട്പുട്ട് ടാക്സ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? നെറ്റ് GST എന്ന് പറയുന്നത്. ടോട്ടൽ GST പേയബിൾ ടു ദ ഗവൺമെന്റ്. അതാണ് ഈ ഫോർമുല. ടാക്സ് പെയ്ഡ് ഓൺ പർച്ചേസസ് ഇൻപുട്ട് ടാക്സ്, ടാക്സ് റിസീവ്ഡ് ഓൺ സെയിൽസ് ഔട്ട്പുട്ട് ടാക്സ്. ഫോർമുല GST പേയബിൾ ഈക്വൽ ടു ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട് ടാക്സ്. ഇപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.